സെന്ററുകളും മാത്രമായിരുന്നപ്പം നിരവധി തവണ നമ്മൾ അദ്ദേഹത്തെ എന്ത് അത്യാവശ്യം ഉണ്ടെങ്കിലും വിളിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. പക്ഷെ അദ്ദേഹം ഒരു MP ആയിട്ട് മാറിയതോട് കൂടിയിട്ട് ഞാൻ അനാവശ്യമായിട്ട് ഒരിക്കൽ പോലും ഇന്നസെന്റ് അങ്കിളിനെ വിളിച്ചിട്ടില്ല. എന്ന് പറഞ്ഞ പോലെ ഇപ്പം ഇന്ന് നമ്മുടെ നിയമസഭയിലെ ഏറ്റവും എണ്ണപ്പെട്ട ഒരു സ്ഥാനം വഹിക്കുന്ന ഒരു MLA ആണ് ഇന്ന് രമേശ് പിഷാരടി. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വിലപ്പെട്ട സമയം ഇത്തരം കാര്യങ്ങൾ സംസാരിച്ച് കളയാനായിട്ട് ഞാൻ ആഗ്രഹിക്കാത്തതുകൊണ്ട് ഞാൻ അദ്ദേഹത്തിന് ഇതുവരെ കോൺടാക്ട് ചെയ്തിട്ടില്ല. അദ്ദേഹത്തിനെ എന്നല്ല ആരെയും ഞാൻ കോൺടാക്ട് ചെയ്തിട്ടില്ല. ഈ അൻസിബ നടത്തിയ ആരോപണങ്ങൾ ഏറ്റവും വലിയ ആരോപണങ്ങൾ വന്ന ഒരാൾ ടിനി ടോമാണ്. കാരണം അൻസിബ മതതീവ്രവാദിയാണെന്ന് ടിനി ടോം പറഞ്ഞു എന്നും അതിന് തെളിവുണ്ടെന്നും പറയുന്നുണ്ട്. എനിക്കറിയാവുന്നതിനേക്കാൾ കൂടുതൽ കാലങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതായിരിക്കും. ടിനിച്ചേട്ടൻ അങ്ങനെ പറയുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? മാത്രമല്ല ഇതൊക്കെ അമ്മയുടെ പരിധിയിൽ എങ്ങനെയാണ് വരുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം ഇതൊന്നും അമ്മയുടെ പെർമിസസിൻ്റെ ഉള്ളിൽ നടന്നിട്ടുള്ള കാര്യങ്ങളല്ല. ഏതോ സിനിമയുടെ സെറ്റിൽ എന്നോ നടന്ന കാര്യമാണ്. പിന്നെ അൻസിബയുടെ എല്ലാ കാര്യങ്ങളും ഇപ്പം എനിക്ക് അയച്ച മെസ്സേജിലാണെങ്കിൽ പോലും ഒരു മൂന്നാം കക്ഷി ഉണ്ടാവും. അല്ലാണ്ട് എന്നോട് ഇങ്ങനെ ചെയ്തു എന്ന് പറയാനായിട്ടില്ല. ഇതിപ്പം നീനാക്കുറുപ്പ് ചേച്ചി പറഞ്ഞത് ഞാൻ കേട്ടു. ഇതൊക്കെ പറഞ്ഞിട്ടാണോ ഇങ്ങനെ ഒരു പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ ഒരു ഇത്തരം ഇത്രയും സെൻസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളായിട്ട് വരുന്നത് എന്നുള്ളതാണ്. എങ്ങനെ വരാൻ കഴിയുന്നു എന്നുള്ളതാണ് എൻ്റെ ചിന്ത. അദ്ദേഹത്തിനെ പോലൊരാൾ ഒരിക്കലും അങ്ങനെ അദ്ദേഹത്തിന് അങ്ങനെ ഒരു മതമോ പ്രത്യേക ഒരു രാഷ്ട്രീയമോ ഒന്നും ഉള്ള ഒരാളായിട്ട് എനിക്കിതുവരെ തോന്നിയിട്ടില്ല. പിന്നെ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അവർ പരാതി കൊടുത്തിട്ടുണ്ടല്ലോ, പോലീസ് ഉദ്യോഗസ്ഥരത് തെളിയിക്കട്ടെ. ഇപ്പോൾ അൻസിബ പരാതി നൽകിയത് അതിൻ്റെ കൂടെ സാക്ഷിയെ നിൽക്കുന്ന നീനാക്കുറുപ്പ് എന്ന് പറഞ്ഞ വ്യക്തിയാണ്. ഈ നീനാക്കുറുപ്പും ലക്ഷ്മി ചേച്ചിയായിട്ടുള്ള വിഷയം കുടുംബസംഗമത്തിൽ നിന്നുള്ള ഓഡിയോ ക്ലിപ്പ് കയ്യിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ടാർഗറ്റ് ചെയ്തൊരു അറ്റാക്ക് വരുന്ന പോലെ തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും തോന്നുന്നുണ്ട്. അതായത് ഇതിപ്പോൾ തുടങ്ങിയതല്ല. അതായത് അൻസിബയ്ക്കെതിരെ ഞാൻ കേസ് കൊടുത്തതിന് ശേഷം അൻസിബ ആദ്യം ചെയ്തത് എനിക്കെതിരെ ഞങ്ങളുടെ അംഗങ്ങൾക്ക് എല്ലാവർക്കും അൻസിബ ചെയ്തതെന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ, ക്ഷമിക്കണം. ആദ്യം എനിക്ക് വന്നൊരു അറ്റാക്ക് എന്ന് പറയുന്നത് ഒരു ഊമക്കത്ത് ഞങ്ങളുടെ അംഗങ്ങൾക്ക് എല്ലാവർക്കും സർക്കുലേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അതിന് നമ്മൾ തളർന്നു പോകുന്നില്ല എന്ന് മനസ്സിലായപ്പോഴാണ് അടുത്ത കാര്യം കൊണ്ട് വന്നിരിക്കുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. അതായത് ഒരു ടാർഗറ്റഡ് അറ്റാക്ക് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അതായത് ഈ എല്ലാത്തിൻ്റെ പിന്നിൽ നീന ചേച്ചി എന്ന് പറഞ്ഞൊരു കഥാപാത്രമുണ്ട്. നീനാക്കുറുപ്പ് ചേച്ചി പറഞ്ഞു, അല്ലെങ്കിൽ നീനാക്കുറുപ്പ് ഇൻവോൾവ് ആയിട്ടുള്ള എല്ലാം ഉണ്ട്. അപ്പം ഈ നീന ചേച്ചിയും ഇവരൊക്കെ കൂടെ ചേർന്നിട്ട് ഇതെന്തെങ്കിലും ചെയ്യുന്നതാണോ എന്ന് എനിക്ക് ശരിക്കും സംശയമുണ്ട്. ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ അൻസിബ അമ്മയുടെ ഒരു അംഗം മാത്രമാണ്, സ്ഥാനങ്ങളിൽ ഒഴിഞ്ഞു. എന്നാൽ ചേച്ചിയാണെങ്കിലും ടിനി ടോം ആണെങ്കിലും ഇപ്പോഴും അമ്മയുടെ സ്ഥാനം വഹിക്കുന്നവരാണ്. അപ്പോൾ അമ്മയ്ക്കെതിരെ ചെയ്യുമ്പോൾ ചേച്ചിയുടെ ആയാലും ടിനി ടോമിൻ്റെ ഭാഗത്തുനിന്നായാലും മറ്റൊരു പരാതി പോകാൻ സാധ്യതയുണ്ടോ? അതായത് ഇപ്പം ഈ അൻസിബ ഈ പുറത്ത് വന്നിട്ട് നടത്തുന്ന ആരോപണങ്ങളെല്ലാം തന്നെ പുറത്ത് പരിഹരിക്കപ്പെടേണ്ടതാണ്. ഇപ്പം അമ്മയ്ക്കുള്ളിൽ അല്ലാത്ത കാര്യങ്ങളൊക്കെ സംഘടന പരിശോധിക്കണം എന്ന് പറയുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് പോലും എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പം ഞാനിതുവരെ രേഖാമൂലം യാതൊരു പരാതികളും കൊടുത്തിട്ടില്ല. എനിക്ക് പരാതികളില്ല, ഉണ്ടെങ്കിലല്ലേ എനിക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. ഇങ്ങനെയുള്ള ആരോപണങ്ങൾ വരുമ്പോൾ അമ്മയുടെ ഭാഗത്ത് നിന്ന് ഇപ്പം ഞങ്ങൾക്ക് എന്തായാലും ഞങ്ങളെയൊക്കെ തെളിവെടുപ്പിനായിട്ട് വിളിച്ചിട്ടുണ്ട്. ഇതേ കേസൊക്കെ തന്നെയാണ്. അമ്മ കേട്ടില്ല എന്നാണല്ലോ പരാതി. അപ്പം അമ്മ മുൻപും കേട്ടിട്ടുണ്ട്. അൻസിബയുടെ ഒരുപാട് പ്രശ്നങ്ങൾക്ക് ഞങ്ങളുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി തീർപ്പ് കൽപ്പിച്ചിട്ടുണ്ട്. ഫസ്റ്റ് EC-യിലുണ്ടായ പ്രശ്നങ്ങളാണെങ്കിലും പിറ്റേ EC തന്നെ അത് പറഞ്ഞു എന്ന് പറഞ്ഞ ആളിനെയൊക്കെ നമ്മുടെ പ്രസിഡന്റ് തന്നെ മുൻകൈ എടുത്ത് കൊണ്ടുവന്നിട്ടൊക്കെ ഉണ്ട്. അപ്പം ഇത്തരം കാര്യങ്ങൾ എന്താ പറയുക, ഇത് എനിക്ക് തോന്നുന്നത് ഇത് ഞാനും അൻസിബയും മാത്രമുള്ളൊരു പ്രശ്നമായിരുന്നു. അതൊക്കെ അമ്മയ്ക്ക് എന്തെങ്കിലും റോളുണ്ടോ എന്ന് എനിക്ക് ഇതുവരെ എൻ്റെ വിവേചന ബുദ്ധി അതിന് സമ്മതിക്കുന്നില്ല. ഇതിൽ അമ്മ എന്തിനാണ് ഇടപെടേണ്ടതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒരു സംഘടന എന്ന് പറയുന്നത് രണ്ടുപേര് തമ്മിലുള്ള പ്രശ്നങ്ങൾ തീർക്കാനായിട്ട് ഇരിക്കുന്നതല്ലല്ലോ. സംഘടനയ്ക്ക് സംഘടനയുടേതായിട്ടുള്ള 504 പേരുടെ ഒരു നിരവധി മറ്റു പ്രശ്നങ്ങളുണ്ട്. ഈ 504 പേരുടെയും പേഴ്സണൽ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഇരുന്നാൽ അമ്മയ്ക്ക് അതിനല്ലേ സമയം ഉണ്ടാവുള്ളൂ. ഇതെന്താണ്? ഈ ഒട്ടനവധി പ്രഗത്ഭരായിട്ടുള്ള ആളുകൾ നേതൃത്വത്തിലിരുന്ന സംഘടനയാണ് അമ്മ. അതെ, അതാണ് ഇപ്പൊ ഞങ്ങൾക്ക് വിഷമം. കുറച്ച് ഒരു അബദ്ധമായിട്ട് കുറച്ച് വനിതകൾ നേതൃത്വത്തിലേക്ക് വന്നപ്പോൾ അതിൽ എല്ലാ വനിതകളും അബദ്ധം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതായത് കുറെ ആൾക്കാർ ക്ഷമിക്കുന്നു, കുറെ ആൾക്കാർ ഈഗോ ഉള്ളവരുണ്ട്, ചില ആൾക്കാർ ഇല്ലാത്ത കാര്യങ്ങളെ ഉണ്ട് എന്ന് ഊതി വളർത്തി വലുതാക്കുന്നു. മിക്കതും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ക്ഷമിച്ചാൽ തീരാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. മേശയ്ക്ക് ചുറ്റിനല്ല, തമ്മിലൊന്ന് ഹഗ് ചെയ്താൽ തീരുന്ന പ്രശ്നങ്ങൾ. ഇപ്പോഴത്തെ പോലും എനിക്ക് വളരെ വിഷമം തോന്നി. ഇത്രയും സമയമൊക്കെ ഈ ഒരു സില്ലി മാറ്ററുമായിട്ട് ഇവിടെ വന്നിരുന്നതിൽ എനിക്ക് ഭയങ്കര വിഷമം തോന്നി. ശരിക്കും പറഞ്ഞാൽ അവരുടെ സമയം, എൻ്റെ സമയത്തിനല്ല. അവരെ യൂണിഫോം ഇട്ടിരിക്കുമ്പോൾ ഈ നാട്ടിലെ എന്തെല്ലാം കാര്യങ്ങൾ ഇവർ തീർപ്പ് കൽപ്പിക്കേണ്ട വിലപ്പെട്ട സമയമാണ് ഇതിനൊക്കെ പോകുന്നതെന്ന് ഓർക്കുമ്പോൾ എനിക്ക് വിഷമം വരും. ചേച്ചി, ഇപ്പോൾ അമ്മയുടെ തലപ്പത്ത് ഇപ്പോൾ സ്ത്രീകൾ വന്ന
സമയത്ത് ഒരുപാട് പേര് അമ്മയുടെ അകത്തും പുറത്തും കുറേ പേര് എതിർപ്പ് പറഞ്ഞിരുന്നു. അപ്പോൾ അവരെ ആരെങ്കിലും ഇതിനെതിരെ പ്രവർത്തിക്കുന്നത്, നിങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്നത്? അറിയില്ല മോനെ, നമ്മളിങ്ങനെ ഇല്ലാത്ത കാര്യം അല്ലെങ്കിൽ നമുക്ക് അറിയാത്ത കാര്യം നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? ഉണ്ടോ ഇല്ലയോ? അതൊക്കെ നമ്മൾ സമൂഹത്തിന് വിടുന്നത്, കാലത്തിന് വിടുകയാണ്. കാലം സത്യം തെളിയിക്കും അല്ലേ? ഇപ്പോൾ ഇവിടെ വന്ന് തെളിവെടുപ്പ് നൽകി ചേച്ചിയുടെ കയ്യിലുള്ള ഡിജിറ്റൽ തെളിവുകൾ നൽകി. ഇനി ഈ കേസിന്റെ അടുത്ത ഘട്ടം എന്താണെന്നാണ് പറഞ്ഞത്? ഒന്നും പറഞ്ഞിട്ടില്ല. ഒന്നും പറഞ്ഞിട്ടില്ല. ശരി ശരി.